പ്രവീൺ പുരുഷോത്തമൻ. 3 തവണ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ആകാശത്ത് മകരനക്ഷത്രവും ദൃശ്യമാകുന്ന വേള. ഈ ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നില്ലേ ഭക്തർ? ഇനി തിരുവാഭരണം ചാർത്തി അയ്യനെ അടുത്ത ദിവസങ്ങളിലും കാണാനുള്ള അവസരം ഒരുങ്ങുന്നില്ലേ അവിടെ? അതെ സുജയ, ഭക്തരെല്ലാം വളരെ ആത്മനിവൃത്തിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ മലയിറങ്ങാൻ പോകുന്നത്. അവർ മണിക്കൂറുകളായി, ദിവസങ്ങളായി കാത്തിരുന്ന ആ മുഹൂർത്തം അത് വന്നു. പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിഞ്ഞു. അവർ കൺനിറയെ അത് കണ്ടു, ജ്യോതി കണ്ടു. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ മല ഇറങ്ങുന്ന തിരക്കിലാണ്. നമുക്കറിയാം, മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഈ മകരജ്യോതി തെളിയുന്നത് കേവലം നിമിഷങ്ങൾ മാത്രമാണ്. ഒരു നിമിഷം ശ്രദ്ധയൊന്ന് തെറ്റിയാൽ ഒരുപക്ഷെ ആ കാഴ്ച ഭക്തർക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ മനസ്സ് ഏകാഗ്രമാക്കി, കണ്ണുകൾ ഏകാഗ്രമാക്കി പൊന്നമ്പലമേട്ടിലേക്ക് മാത്രം ആ കണ്ണുകൾ നട്ടുകൊണ്ട് അവർ മനസ്സിനെ ഏകാഗ്രമായി നിമിഷങ്ങളോളം നിൽക്കുന്നൊരു കാഴ്ച. പക്ഷേ എല്ലാ ഭക്തർക്കും ആ ദൃശ്യം കാണാൻ സാധിക്കുന്നു. മകരജ്യോതി തെളിയുന്നത് അവർ കണ്ണിറയെ കണ്ടു. അതിനുശേഷം ഇന്നിപ്പോൾ അവർ മലയിറങ്ങാൻ പോവുകയാണ്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഒരു അറിയിപ്പ് വന്നിരുന്നത് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രായമായവരും ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുമൊന്നും ഇന്ന് ഈ ദർശനത്തിന് എത്തരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ടായിരുന്നു. അതായത് തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാനെ ദർശിക്കാനുള്ള അവസരം ഇനി 3 ദിവസങ്ങൾ കൂടിയുണ്ട്. അടുത്ത 3 ദിവസങ്ങൾ കൂടി ഇതേ രീതിയിൽ തന്നെ തിരുവാഭരണം ചാർത്തി തന്നെ ഭഗവാനെ ദർശിക്കാനുള്ളൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നൊരു അഭ്യർത്ഥന കൂടി ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും നൽകുന്ന അവർ പറയുന്നൊരു കാര്യം, ഇനിയിപ്പോൾ മലയിറക്കമാണ്. വളരെയധികം ഭക്തർ സൂക്ഷിക്കണം. കാരണം എല്ലാവരും ഒരുമിച്ച് തിക്കിത്തിരക്കി മലയിറങ്ങേണ്ട കാര്യമില്ല. എല്ലാവരും വളരെ സമയമെടുത്ത് തന്നെ പോലീസും ഒപ്പം തന്നെ മറ്റ് അധികാരികളുമൊക്കെ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടി തന്നെ മല ഇറങ്ങണമെന്നാണ് പറയുന്നത്. കാരണം സുരക്ഷയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ മകരജ്യോതി ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ മല ഇറങ്ങുന്ന സമയം കൂടിയാണ്. ഏതായാലും സുരക്ഷയ്ക്ക് അധിക പോലീസിനെ ചുമത്തിയിട്ടുണ്ട്. മകരജ്യോതി ദർശനം കഴിഞ്ഞു എന്ന് വെച്ചാലും പോലീസിൻ്റെ ഡ്യൂട്ടി ഇവിടം കൊണ്ട് തീരുന്നില്ല. എല്ലാ ഭക്തരെയും സുരക്ഷയോടുകൂടി തന്നെ മല ഇറക്കിയതിന് ശേഷം മാത്രമേ അവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭക്തർ ഇറങ്ങുന്ന ഈ സമയം എല്ലായിടത്തേക്കും പോലീസിനെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പോലീസ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കൂടി സമാപനമാകുന്നു. കഴിഞ്ഞ വർഷം നാം വലിയ പരാതികളൊക്കെ കേട്ടിരുന്നു. എന്നാൽ ഇക്കുറി അത്തരം ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. തീർച്ചയായും പ്രവീൺ പുരുഷോത്തമൻ ആ തിക്കിലും തിരക്കിലും നിന്നാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭക്തർ ഇനിയിപ്പോൾ ദർശനത്തിനുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഓടിയെത്താൻ, ദർശനം നടത്താൻ, അതോടൊപ്പം തന്നെ മലയിറങ്ങാനൊക്കെയുള്ള ഒരു തിരക്കാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും തിരിച്ചു മടങ്ങുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പമ്പയിലും നിലയ്ക്കലിലും ഒക്കെയായി എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമാണ്. പരാതികളില്ലാത്ത ഒരു തീർത്ഥാടന കാലമാണ് ഇത്തവണ കടന്നുപോയത്. തിരുവാഭരണം ചാർത്തി സർവാഭരണ വിഭൂഷിതനായുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താവിനുള്ള മഹാദീപാരാധനയാണിപ്പോൾ പൂർത്തിയായത്.